ഹലോ ഗൈസ്, എന്തെല്ലാം വിശേഷം? എല്ലാവരും സുഖമില്ല? ഞങ്ങളിതവിടെ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ, അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ ഇന്ന് രാവിലെ 9 മണി ആവുന്നു. ഞാൻ എന്താ മാറ്റി റെഡി ആയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് റെഡി ഏതായാലും വീഡിയോ എടുക്കാനുള്ളതല്ലേ വിചാരിച്ചിട്ട് പെട്ടെന്നൊന്ന് ക്വിക്കായിട്ട് റെഡി ആയതാണ്. ഇന്നൊന്ന് മലബാറിൽ പോകണം. എൻ്റെ ഒരു ബ്രേസ്ലെറ്റോ കഫ് ടൈപ്പ് വരുന്നൊരു വള ഉണ്ടല്ലോ, കഫ് ടൈപ്പ് മാതിരി വരുന്നൊരു വള ഉണ്ടല്ലോ, അന്ന് വാങ്ങിച്ച ആ റോസ് ഗോൾഡിൻ്റെ അല്ലാതുള്ളൊരു ഗോൾഡിൻ്റെ എൻഗേജ്മെൻറ്റിന് കിട്ടിയ ഒരു ഇതുണ്ട്, അത് പൊട്ടി. അപ്പം അതൊന്ന് എന്തെങ്കിലും മാറ്റി വാങ്ങണം, അല്ലെങ്കിൽ അവിടെ എന്താ പറയുക കൂലി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറ്റാണെങ്കിൽ വാങ്ങണം, അല്ലെങ്കിൽ അതേറ്റ് ഇങ്ങോട്ട് തന്നെ പോരണം. നല്ല റേറ്റ് കൂടി നിൽക്കുകയും ചെയ്യാണ്, പിന്നെ അതിനനുസരിച്ച് കൂലിയും കൂടുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ ഇതാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പം അതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ഒന്ന് മാറ്റി വാങ്ങണം. അപ്പം വെൽക്കം ടു അനദർ വ്ളോഗ്. നമുക്ക് പോയേക്കാം. ബാക്കിയുള്ളവരൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് എല്ലാവർക്കും കൂടി പോവാൻ. ഷാ വരും, കാരണം എൻ്റെ വേറൊരു റിങ് ഉണ്ട്, അപ്പം അതിൻ്റെതും ഒക്കെ കൂടി കൂട്ടി അങ്ങനെ വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് പോയൊക്കെ എല്ലാവരും മാറ്റിയോ എന്നുള്ളത്. പിന്നെ ഷാ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പം വരും, ചിലപ്പം വരില്ല. കാരണം ഒരു സെലക്ഷൻ്റെ ഒരു ഒപ്പീനിയൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ എന്തായാലും പോയേക്കാം. ഷാ അവിടെ മാത്രോട്ടാണ്, ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ കല്യാണം കാര്യങ്ങളൊക്കെ അയച്ച് ഞാൻ പിന്നെ ഇപ്പോൾ 2 ദിവസം ഇവിടെ ഉണ്ടാക്കും. അപ്പം നമുക്ക് എന്തായാലും പോകാം. എല്ലാവരും ഫുഡ് കഴിക്കലും മാറ്റലും പരിപാടികളൊക്കെ കഴിയുമ്പോൾ തന്നെ 10 മണിയായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പോകുന്നത് കസവ് കേന്ദ്രയിലേക്കാണ്. അവിടെ ചെറിയ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു ഡ്രസ്സിലേക്ക് ഒരു ഷോള് നോക്കാനുണ്ട്. അപ്പം അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അത് പെട്ടെന്ന് കഴിയണതുകൊണ്ട് പിന്നെ അത് പോയിട്ട് അങ്ങോട്ട് ക്ലിയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. മറ്റേത് പിന്നെ എങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവിടുത്തെ ബില്ലിങ്ങും കാര്യങ്ങളും മലബാറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നല്ല ലേറ്റ് ആവും. അതിനെക്കൊണ്ട് നമുക്ക് ഫസ്റ്റ് നമ്മൾ ഡ്രസ്സ് എടുക്കൽ പരിപാടികൾ തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ കസവ് കേന്ദ്രയിൽ പോയി. രാവിലെ ആയതുകൊണ്ട് ഷോപ്പിലൊന്നും വലിയ തിരക്കില്ല, അതിനെക്കൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ട് സെലക്ഷനും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് വരാം. കാരണം എല്ലായിടത്തും ഓപ്പൺ ആവുന്ന ടൈമാണ്, അപ്പം പെട്ടെന്ന് അങ്ങോട്ട് നമ്മളെ പരിപാടികൾ തീർക്കാമല്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഷോളിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. ചെറിയൊരു തൊണ്ടവേദനയൊക്കെ ഉണ്ട്, അതിനെക്കൊണ്ട് അങ്ങോട്ട് സൗണ്ട് അങ്ങോട്ട് ഫുള്ള് അങ്ങോട്ട് എടുത്ത് പറയാൻ പറ്റുന്നില്ല. പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് ചെയ്യുന്നു. അപ്പം ഷോള് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഒരു ഡ്രസ്സിലേക്ക് ഷോൾ വേണിയിരുന്നു. അപ്പം അതവിടെ നോക്കി അത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പരിപാടി അങ്ങോട്ട് തീർന്നല്ലോ. പിന്നെ അവിടെയും ഇവിടെയും ഓരോന്ന് നോക്കി നടക്കലും പിന്നെ ലൈനിങ് നമ്മളെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പം അതൊക്കെ നോക്കി ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോകുന്ന മലബാറിലേക്കാണ്. ഇപ്പല്ലായിരുന്നു കേട്ടോ, ഇതേമാതിരി ഇപ്പം എന്തോ പരിപാടി ഉണ്ടായിട്ട് ഇപ്പം ഇതിന് ഞങ്ങളവിടെ ഡ്രോപ്പ് ചെയ്ത് പോയി. പിന്നെ ഇതിന് കസവ് കേന്ദ്രയിൽ നിന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ, ഒരു 5 മിനിറ്റ്സ് നടക്കാനുള്ള ഒരു ദൂരമേ ഉള്ളൂ മലബാറിലേക്ക്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് നമ്മളെ ഷോപ്പിംഗ് കൂടി തീർക്കാമല്ലോ. കുറേ കാലത്ത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഇതിന് മുന്നേ ഞാനതേപോലെ മലബാറിന് ഒരു ഷോപ്പിങ്ങിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു റോസ് ഗോൾഡിൻ്റെ. അത് പറഞ്ഞു കഴിഞ്ഞല്ലോ കുടുംബസ്വത്താണെന്നുള്ള, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിടാന്നുള്ളത്. അപ്പം ഈ പ്രാവശ്യം പൊട്ടിയ സ്ഥിതിക്ക് നമുക്ക് അത് വാങ്ങാമെന്നുള്ളൊരു മൈൻഡിലാണ് പോയത്. അപ്പം അതിൽ തന്നെ ഗോൾഡിൻ്റെതുണ്ട്, 18 ക്യാരറ്റ് ഉണ്ട്, പല ഇതിലും വേരിയൻറ്റിലും അത് വരുമല്ലോ. 18 ക്യാരറ്റിൽ ഗോൾഡിൽ വരുന്നുണ്ട്, ഇനിയിപ്പോൾ സ്റ്റോൺ ഡയമണ്ട് വേണമെങ്കിൽ അങ്ങനെയുണ്ട്. അപ്പോൾ അത് വാങ്ങാം എന്നുള്ള പ്ലാനിലാണ് പോയത്. അപ്പം എന്ത് എടുക്കും, അതന്നെ വേണോ, ഇനി അതോ ഗോൾഡിലേക്ക് മാറണോ, അല്ലെങ്കിൽ സാധാ ബ്രേസ്ലെറ്റ് എടുക്കണോ, അങ്ങനത്തെ വരുന്ന സമയം നമുക്കൊക്കെ ചിന്തിക്കാനുള്ളത്. അങ്ങനെ പിന്നെ അവിടെ നടന്ന എല്ലാ സെക്ഷനിലും നടന്ന് തിരഞ്ഞ് എനിക്ക് പറ്റി കുറേ അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കി. പിന്നെ വന്നതിന് ശേഷം ലാസ്റ്റ് പറഞ്ഞു ഇതല്ലേ സിമ്പിളുമാണ്, പിന്നെ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റിയൊരു സിമ്പിളായിട്ടുള്ളൊരു സംഭവം കൂടിയാണല്ലോ. പിന്നെ ലാസ്റ്റ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ച സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് ലാസ്റ്റ് ഫൈനലൈസ് ചെയ്തു. ഒരു കഫ് ടൈപ്പ് ഇതിൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പം അത് വാങ്ങിച്ചു.
ബില്ലിങ്ങും പരിപാടികളൊക്കെ തീർത്തു. പിന്നെ എന്തൊക്കെ അന്നെന്തോ ചെറിയൊരു ഓഫറും ഉണ്ടായിരുന്നു, എന്താ കോയിന് കിട്ടുന്നത്, ഗോൾഡ് കോയിൻ കിട്ടുന്നത്, അതൊക്കെ കിട്ടി. എന്താണ് ഗോൾഡ് വാങ്ങിയതിനെ കുറിച്ച് അഭിപ്രായം പറയാനുള്ളത്? നല്ല അഭിപ്രായം, നല്ല അഭിപ്രായം, ഒന്നും പറയാനില്ല. റിവ്യൂ മലബാറിനെ ഒരു കുറിച്ച് വീഡിയോ പറഞ്ഞിനി ഞാനിത് വാങ്ങുന്നുള്ളത്, ഞാൻ വാങ്ങി. മലബാറിനെ കുറിച്ച് റിവ്യൂ. നല്ല മലബാറിൻ്റെ സർവീസ് ഒക്കെ അടിപൊളിയാണ്. അതൊരു ടിഷ്യൂ തരാം. ഈ മുഖത്തുള്ള വിഷമം എന്താണെന്ന് മനസ്സിലായോ? ഇത്രയും സാധനം വാങ്ങിയിട്ടും, ഇത്ര വിലൻ്റെ സാധനം വാങ്ങിയിട്ടും ഒരു ഗിഫ്റ്റ് പോലും കിട്ടിയിട്ടില്ല. പണ്ടൊക്കെ ഇങ്ങനെ ജ്വല്ലറിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ. ഇതിന് മുന്നേ ആലുക്കാസ് പോയപ്പോൾ അവിടുത്തെ ടിഷ്യൂ പാത്രമൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ ഇവിടുന്ന് എന്തുകൊണ്ട് ഓരോന്നും തന്നിട്ടില്ല. ഞാൻ പറഞ്ഞ ഒരു ടിഷ്യൂ ബോക്സ് എങ്കിലും തരണ്ടേ, അല്ലെങ്കിൽ ഒരു പാത്രം തരട്ടെ, ഒന്നും തന്നില്ല. ഒരു ഇപ്പം അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ളത് എന്തോ. പിന്നെ ആ ടൈമിലായിരുന്നു നമ്മൾ ലുലു മാളൊക്കെ ഓപ്പൺ ചെയ്തിരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഏതായാലും ചെറിയ ഷോപ്പിങ്ങും കൂടി ഉണ്ട് ലുലുന്ന്. അതിന് വേണ്ടിയിട്ട് ലുലുലും കൂടി കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എന്താ സ്വാൻ എന്നല്ലേ അതിന് പറയാം. അവിടെ കയറിയിട്ട് എൻ്റെ അടുത്തൊരു ഗോൾഡ് റിങ് ഉണ്ടായിരുന്നു ഓരോ ഇതിൻ്റെ. അപ്പോൾ അതിന് എന്താണ് ഏതാണ് ഇപ്പം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഇതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ എന്താണ് ഞാൻ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഇഷ്ടമുള്ളവർ വാങ്ങിക്കോളി, അല്ലാത്തവർ ഇങ്ങനത്തെ ഒന്നും വാങ്ങാത്തതാണ് നല്ലത്. എനിക്കന്ന് സംസാരിച്ചപ്പം ഇങ്ങനത്തേലൊന്നും വലിയ കാര്യമില്ല എന്നാണ് മനസ്സിലായത്. വലിയ പേര് മാത്രമേ ഉള്ളൂ. അവിടുത്തെ സംസാരവും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹൈപ്പറിൽ കയറി. ഹൈപ്പറിന് ചെറിയ അല്ലറ ചില്ലറ ഷോപ്പിംഗ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ഇതായിരുന്നു ഞങ്ങൾ അന്നത്തെ ഒരു കുട്ടി വ്ളോഗ്. ചെറിയ ഗോൾഡ് പർച്ചേസിങ്ങും ചെറിയ ഷോപ്പിങ്ങൊക്കെ ആയിട്ടുള്ളൊരു വ്ളോഗാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും നല്ല നല്ല വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞങ്ങളന്ന് തിരിച്ചു വന്നു. പിന്നെ കല്യാണം പരിപാടികളൊക്കെ വ്ളോഗുകളൊക്കെ നിങ്ങൾ എപ്പോഴോ കണ്ടിട്ടുണ്ടാവും. ഇത് അന്ന് എടുത്ത വ്ളോഗാണ്. അതിപ്പോഴാണ് ഗാലറിയിൽ നിന്ന് കിട്ടിയത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു. അപ്പം നല്ല വീഡിയോസായിട്ട് കാണുന്നവരെ ടിൽ ദെൻ ബൈ.